സാഗരേട്ടൻ വിളിക്കാത്തതിന്റെ സങ്കടത്തില ഞാനിപ്പോ. സാഗരേട്ടൻ മാത്രമല്ല, കണ്ണേട്ടനും ആ മാർക്കോ ലോപ്പസ് ഒന്നും വിളിച്ചിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടടി. അതിന്റെ ഇടയ്ക്ക് അമ്മ ഇടയ്ക്കിടയ്ക്ക് വെറുതെ വിളിക്കണ്ട. ഞാൻ ആകെ വിഷമിച്ച് കിടക്കുവാ. ശരി, മോളുടെ ദുഃഖം അമ്മയ്ക്ക് സന്തോഷമായി കാണുമല്ലോ. പിന്നെ ഇല്ലാതിരിക്കോ? സന്തോഷം കൊണ്ട് തുള്ളി ചാടിയാ വിളിക്കുന്നെ. ഓ, എന്ന് വെച്ചാ അവരുടെ നോട്ടത്തില് കണ്ണീട്ടിനും മാർക്കോയൊക്കെ പോയി. സാഗരേട്ടനാണെങ്കിൽ ഗുരുതരാവസ്ഥയില് ഹോസ്പിറ്റലിൽ കിടക്കുക. അതാണല്ലോ ഇന്ന് ആഘോഷിക്കാനായിട്ട് കടപ്പുറത്ത് മോനും മരുമോളും കൂടെ വന്നത്. എന്നാലും സ്വന്തം മോളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുന്ന അമ്മയെ എങ്ങനെ അമ്മയെന്ന് പറയാൻ പറ്റും? ഇപ്പൊ വീൽ ചെയറിലിരിക്കുന്ന ഒരാളുണ്ടല്ലോ, എന്റെ അമ്മാവൻ. അയാളുടെ ഉപദേശം കേട്ട് കേട്ടാ എന്റെ അമ്മ ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പൊ അമ്മാവന് ചെറിയ മാറ്റമുണ്ട്. പക്ഷെ അങ്ങേരെ പകർത്തിയ എന്റെ അമ്മയും ഏട്ടനും ഒക്കെ എല്ലാ അർത്ഥത്തിലും വഴിതെറ്റിപ്പോയി. മിക്കവാറും മേഘന മാർക്കോ കൈവയ്ക്കുമെന്നാ തോന്നുന്നേ. കൈവച്ചാ മാത്രം പോരാ, മാർക്കോ അവനെ തല്ലിക്കൊല്ലണം. അവനെ പോലൊരുത്തൻ എന്തിനാ സാഗരേട്ട ജീവിച്ചിരിക്കുന്നെ? നേരെ ചൊവ്വ നിന്നിരുന്നെങ്കിൽ ഈ പറയുന്ന മേഘനും ഉണ്ണിക്കൊക്കെ എന്തു വേണമെങ്കിലും കൊടുത്തേനെ. പക്ഷേ അവർക്കതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. ബുദ്ധിയില്ലാത്തതല്ല സാഗരേട്ടാ, എല്ലാം മൊത്തത്തിൽ വിഴുങ്ങണം, വെട്ടിപ്പിടിക്കണം. അതാ രണ്ടെണ്ണത്തിന്റെ ആഗ്രഹം. എന്റെ അമ്മയും കാരനെടുത്ത് എല്ലാം അങ്ങനെ തന്നെ. അതുകൊണ്ടിപ്പോ എനിക്ക് തോന്നതേ, ഇവർക്കാർക്കും ഒന്നും കിട്ടരുതെന്നതിന്റെ മുന്നോടിയായിട്ടാ കണ്ണേട്ടനെ എല്ലാം ഏട്ടത്തിയുടെ പേരിൽ എഴുതി വെച്ചത്. മല കയറുന്നതിനിടയിൽ കണ്ണൻ സാർ ഒരു കാര്യം സൂചിപ്പിച്ചു. നിനക്കുള്ളതെല്ലാം ഭദ്രമായിട്ട് ബാങ്കിലുണ്ട്. അതുപോലെ തന്നെ കണ്ണേട്ടന്റെ കാലശേഷം നിനക്ക് തരേണ്ടതൊക്കെ പ്രമാണം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. അതിന് നമുക്ക് വേണ്ടല്ലോ സാഗരേട്ടാ. അല്ല, വേണ്ടാന്ന് ഞാനും പറഞ്ഞു. പിന്നെ ഉണ്ണിക്കും മേഘനും ഒക്കെ സ്വത്തുക്കൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മഞ്ജുവിന് കൊടുക്കുന്നതല്ലേ സാഗര എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മറുപടിയൊന്നും പറയാൻ പറ്റിയില്ല. എന്ന് മാത്രമല്ല, കണ്ണൻ സാറിന്റെ അഭിപ്രായത്തെ മാർക്കോയും ലോപ്പസും പിന്താങ്ങുകയും ചെയ്തു. എന്റെ കണ്ണേട്ടനെ ഏട്ടത്തിയെ എനിക്കറിയാം. അവരർഹതപ്പെട്ടവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാ. പക്ഷേ അങ്ങനെയുള്ളവരെ കൊന്നേ അടങ്ങുമെന്ന് പറഞ്ഞ് ചിലര് നടന്ന അവരെ ആർക്കെങ്കിലും പരിഗണിക്കാൻ പറ്റുമോ സാഗരേട്ടാ? എന്തായാലും ഇതിന്നൊക്കെ ഒരു പാഠം പഠിച്ചു. എനിക്ക് വിശേഷം ഉണ്ടായ അതൊരിക്കലും അറിയാൻ പാടില്ലാത്തത് എന്റെ അമ്മയും കരുണയെടുത്തിയോ. അവര് പ്രസവം എടുക്കുമ്പോ മാത്രമേ അറിയാൻ പാടുള്ളൂ. ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കാ സാഗർ. പിന്നെ അവന്റെ വിവരം അവളെ എങ്ങനെ അറിയാനാ? അപ്പച്ചി, അപ്പച്ചി ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ മുടിഞ്ഞ ടേസ്റ്റാ. ഓ, എങ്കിലും എന്റെ അമ്മ അപ്പച്ചിയൊക്കെ ഉണ്ടാക്കുന്ന കറികള് രുചിയോട് ആസ്വദിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. എന്ത് കഴിച്ചാലും കഴിച്ചായിട്ട് പോലും തോന്നില്ലായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. ഭക്ഷണം കഴിച്ചിട്ടും മടുക്കുന്നില്ല. എടാ, എല്ലാത്തിന്റെ അടിസ്ഥാനം മനസമാധാനം അല്ലേ മേഘ? അതെ അതെ, ഇന്ന് എനിക്ക് ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്.